ചിങ്ങമാസമായല്ലോ. നമ്മളെ ഓണത്തിനോടനുബന്ധിച്ച് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ അനുഷ്ഠിക്കാറുണ്ടായിരുന്നു പഴയ കാലങ്ങളിൽ. ഇപ്പോൾ അതെല്ലാം അന്യം നിന്ന് പോയിരിക്കുന്നു. കുറച്ച് കാര്യങ്ങളെല്ലാം ലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. അതിൽ ഒരു കാര്യമാണ്, അതൊരു ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അത് പണ്ട് പുരാതന കാലത്ത് നമ്മുടെ വീടുകളിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് ഓണത്തിന് തന്നെ ചെയ്യണമെന്നില്ല. ഓണത്തിന് ചെയ്യുന്നവർ ശുഭമായിട്ട് കരുതുന്നു. ഏതെങ്കിലും വ്യാഴാഴ്ചകളിലും ഇത് നമുക്ക് ഈ അനുഷ്ഠാനം ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മഹാബലിയെ സ്വീകരിക്കാനായി നമ്മൾ ഒരുങ്ങുകയാണല്ലോ. ഈ ഒരുക്കത്തിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി നിങ്ങളുടെ പൂജാമുറിയിലോ ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയിരുന്നാണോ പ്രാർത്ഥിക്കുന്നത് അവിടെ ശുദ്ധമായ ഒരു സ്ഥാനത്തോ വച്ചോളൂ. സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും. മഹാബലി വീട്ടിൽ വരുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യവും അവിടെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം എപ്പോഴും വീട്ടിലുണ്ടാകാൻ ഈ വസ്തുക്കൾ പുരാതന കാലം മുതലേ വീടുകളിൽ വച്ചു പോരുന്നുണ്ടായിരുന്നു. ക്രമേണ അതെല്ലാം പഴങ്കഥയായി മാറി. അതനുസരിച്ചിട്ട് ജനങ്ങൾക്ക് ധനവർദ്ധനയേക്കാൾ കടബാധ്യതകളും കൂടുതലാകാൻ തുടങ്ങി. ഇത് നിങ്ങൾ ഭക്തിയോടെ ചെയ്തു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ സമ്പത്തിനൊരിക്കലും ഒരു കുറവും ഉണ്ടാകില്ല. അതെന്താണെന്നല്ലേ? ഇന്ന് തൊട്ട് ഓണത്തിന് മുൻപായി ഇത് ചെയ്യൂ. ചെയ്യേണ്ടത് ഇതാണ്. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയതിന് ശേഷം ഒരു കഷ്ണം ചന്ദനത്തടി, ചന്ദനമുട്ടിയെന്നും പറയും, ഒരു കഷ്ണം ചന്ദനത്തിൻ്റെ കഷ്ണം, കൂടാതെ ഒരു ശംഖ് നിങ്ങളുടെ പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ നിങ്ങൾക്കിത് പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകളിൽ നിന്നോ ഓൺലൈനിലോ എല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഇത് രണ്ടും ഒരു പുതിയ കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഒരു പട്ടിൻ്റെ തുണിയിലോ പുറത്തേക്ക് കാണാത്ത വിധത്തിൽ നല്ലപോലെ പൊതിഞ്ഞ് പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്തോ ആരും കാണാത്ത രീതിയിൽ വയ്ക്കുക. പുറമേ നിന്ന് ആരെങ്കിലും നോക്കിയാൽ കാണരുത്. ആ രീതിയിൽ വയ്ക്കുക. പീഠത്തിനടിയിലോ വിഗ്രഹങ്ങൾക്ക് പുറകെയോ എവിടെയെങ്കിലും പുറത്ത് നിന്ന് നോക്കുമ്പോൾ കാണാത്ത രീതിയിൽ വയ്ക്കാം. മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ട വസ്തുക്കളാണ് ഇവ രണ്ടും. ഇതിരിക്കുന്നിടത്ത് ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഭഗവാന്റെ സാന്നിധ്യം ഉള്ളിടത്ത് ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യവും ഉണ്ടാകും. ഇതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ ജീവിതം സമ്പൽ സമൃദ്ധമാകാൻ. എല്ലാ വർഷവും ഓണത്തിന് മുൻപായി ഇത് പൊതിഞ്ഞിരിക്കുന്ന തുണി മാറ്റി പുതിയ തുണിയിൽ വയ്ക്കണം. ഓണത്തിന് മുൻപേ ഭഗവാനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ചെയ്തോളൂ, താമസിക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.